വർഷങ്ങൾക്ക് മുൻപ് കണ്ടെത്തിയ 24 കോടിയിലേറെ ബാരൽ ക്രൂഡ് ഓയിലുള്ള പശ്ചിമ ബംഗാളിലെ അശോക് നഗർ എണ്ണപ്പാടം രാജ്യത്തിന്റെ ഇന്ധന ഭാവിക്ക് ആശ്വാസമാകുമോ? നമസ്കാരം, ഞാൻ ജാസ്മിൻ. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളും അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലക്കയറ്റവും ഇന്ത്യയെ വീണ്ടും ഇന്ധന സുരക്ഷയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പശ്ചിമ ബംഗാളിലെ അശോക് നഗർ എണ്ണപ്പാടം ദേശീയ ശ്രദ്ധ നേടുന്നത്. കൊൽക്കത്തയിൽ നിന്ന് ഏകദേശം 48 കിലോമീറ്റർ അകലെയുള്ള നോർത്ത് 24 പർഗനാസ് ജില്ലയിൽ കണ്ടെത്തിയ ആ വലിയ ക്രൂഡ് ഓയിൽ ശേഖരം കേന്ദ്ര സർക്കാർ ഉൽപാദനക്ഷമമാക്കാനൊരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 2018 പൊതുമേഖലാ സ്ഥാപനമായ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ അഥവാ ONGC നടത്തിയ പര്യവേക്ഷണത്തിലാണ് അശോക് നഗറിൽ വൻതോതിലുള്ള എണ്ണശേഖരം കണ്ടെത്തിയത്. ഏകദേശം 24 കോടിയിലധികം ബാരൽ ക്രൂഡ് ഓയിൽ സാന്നിധ്യം അവിടെയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിൽ ഇത്രയും വലിയ ഇന്ധനശേഖരം കണ്ടെത്തിയത് അപൂർവമായതിനാൽ തന്നെ ഈ പദ്ധതി വലിയ പ്രതീക്ഷകൾ ഉണർത്തുകയാണ്. 8 വർഷങ്ങൾക്ക് മുൻപ് ഈ എണ്ണശേഖരം കണ്ടെത്തിയെങ്കിലും അതിന്റെ ഉൽപാദന പ്രവർത്തനങ്ങൾ അന്ന് പ്രതീക്ഷിച്ച വേഗത്തിൽ മുന്നോട്ടു പോയില്ല. ഭൂമി ഏറ്റെടുക്കൽ, പ്രാദേശിക പ്രതിഷേധങ്ങൾ, പരിസ്ഥിതി ആശങ്കകൾ എന്നിവയാണ് പ്രധാന തടസ്സങ്ങളായി നിന്നത്. അങ്ങനെ വർഷങ്ങളോളം ഈ പദ്ധതി പ്രായോഗിക തലത്തിൽ എത്താതെ നിശ്ചലമായി കടന്നു. എന്നാൽ ഇപ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉണ്ടായ മാറ്റങ്ങളോടെയാണ് അശോക് നഗർ പദ്ധതി വീണ്ടും സജീവ ചർച്ചയാകുന്നത്. സംസ്ഥാനത്ത് BJP ശക്തമായ ഭരണ പിന്തുണ നേടിയ സാഹചര്യത്തിൽ ഈ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സംസ്ഥാന തലങ്ങളിൽ സജീവമായതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. BJP MP സാമിക് ഭട്ടാചാര്യ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അശോക് നഗർ എണ്ണപ്പാടത്തെക്കുറിച്ചും ബംഗാളിന്റെ വ്യാവസായിക വളർച്ചയെക്കുറിച്ചും ചർച്ച ചെയ്തതായി വിവരമുണ്ട്. നിലവിൽ ONGC അശോക് നഗർ പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികൾ പുനഃപരിശോധിച്ചു വരികയാണെന്നും വിവരമുണ്ട്. ഉൽപാദനം ആരംഭിക്കാനായാൽ അത് ബംഗാളിനും അതിലുപരി രാജ്യത്തിനൊട്ടാകെയും സാമ്പത്തികമായി ഗുണകരമാകുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പശ്ചിമ ബംഗാളിന്റെ വ്യാവസായിക തിരിച്ചുവരവിന് അശോക് നഗർ പദ്ധതി നിർണായകമാകുമെന്ന് തന്നെയാണ് നിലവിലെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. ഇന്ത്യ ഇപ്പോൾ ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ ഭൂരിഭാഗവും ഇറക്കുമതിയിലൂടെയാണ് ലഭ്യമാക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിലെ വിലമാറ്റങ്ങൾ രാജ്യത്തെ പെട്രോൾ ഡീസൽ വിലയെ നേരിട്ട് ബാധിക്കുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത ഏറെക്കാലമായി ചർച്ചയിലുണ്ട്. പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ അസ്ഥിരതയും കടൽ ഗതാഗതത്തിലെ അനിശ്ചിതത്വങ്ങളും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് വെല്ലുവിളിയായിരിക്കുകയുമാണ്. ഈ പശ്ചാത്തലത്തിൽ അശോക് നഗറിലെ എണ്ണപ്പാടം പ്രതീക്ഷയുണർത്തുന്ന കണ്ടെത്തലായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇവിടെ നിന്നുള്ള ഉൽപാദനം രാജ്യത്തിന്റെ മുഴുവൻ ഇന്ധനാവശ്യവും നിറവേറ്റുമെന്ന തരത്തിലുള്ള അവകാശവാദങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ കാണണമെന്ന അഭിപ്രായവും വിദഗ്ധർ ഉയർത്തുന്നുണ്ട്. ഇന്ത്യയുടെ വാർഷിക ക്രൂഡ് ഓയിൽ ആവശ്യകതയുമായി താരതമ്യം ചെയ്യുമ്പോൾ അശോക് നഗറിലെ ശേഖരം പരിമിതമാണ്. എന്നിരുന്നാലും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാകും. പദ്ധതി ഉൽപാദന സജ്ജമാക്കുന്നതിൽ പ്രാദേശിക ജനങ്ങളുടെ പിന്തുണയും പരിസ്ഥിതി മാനദണ്ഡങ്ങളും നിർണായകമാകും. മുൻകാലങ്ങളിൽ ഉയർന്ന പ്രതിഷേധങ്ങൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനായി സർക്കാരും ONGCയും കൂടുതൽ സംവാദങ്ങളും നഷ്ടപരിഹാര സംവിധാനങ്ങളും മുന്നോട്ട് വെച്ചേക്കും. തൊഴിൽ സാധ്യതകളും അനുബന്ധ വ്യവസായ വളർച്ചയും ഉറപ്പാക്കിയാൽ പദ്ധതിക്ക് ജനപിന്തുണ വർദ്ധിക്കാനിടയുണ്ടെന്നും വിലയിരുത്തപ്പെടുന്നു. ഇതിനിടെ പശ്ചിമ ബംഗാളിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് കേന്ദ്രവും സംസ്ഥാനവും ചേർന്നുള്ള സഹകരണം അനിവാര്യമാണെന്ന രാഷ്ട്രീയ സന്ദേശവും BJP മുന്നോട്ട് വയ്ക്കുകയാണ്. ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന ആശയം വീണ്ടും ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് അശോക് നഗർ പദ്ധതിയെ പാർട്ടി വികസനത്തിന്റെ ചിഹ്നമായി അവതരിപ്പിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയവാദങ്ങളെക്കാൾ പ്രധാനമാണ് പദ്ധതി എത്രയും വേഗം യാഥാർത്ഥ്യമാക്കുക എന്നത്. പര്യവേക്ഷണത്തിൽ നിന്ന് വ്യാപാര അടിസ്ഥാനത്തിലുള്ള ഉൽപാദനത്തിലേക്ക് എത്താൻ വർഷങ്ങൾ വേണ്ടിവരുന്ന മേഖലയാണ് എണ്ണ വാതക വ്യവസായം. അടിസ്ഥാന സൗകര്യ വികസനം, പൈപ്പ് ലൈൻ സംവിധാനങ്ങൾ, പരിസ്ഥിതി അനുമതികൾ തുടങ്ങിയ നിരവധി ഘട്ടങ്ങൾ ഇത്തരം പദ്ധതികൾ പിന്നിടേണ്ടതായുണ്ട്. ഈ ഘട്ടങ്ങളെല്ലാം പൂർത്തീകരിച്ച് രാജ്യത്തിന്റെ കിഴക്കൻ തീരപ്രദേശങ്ങളിൽ ഊർജ്ജ വ്യവസായത്തിന് പുതിയ സാധ്യതകൾ തുറക്കാൻ അശോക് നഗർ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.